അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. രാവിലെ 9:15 ശുദ്ധപുണ്യാഹം നടക്കുക. അതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. ദേവിയോടുള്ള സമർപ്പണവും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന ഈ പുണ്യവേള ഭക്തിയുടെ മഹാസാഗരമായി തലസ്ഥാന നഗരിയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടാര അടുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തോറ്റംപാട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ സുനിഷ അയലൂരിലേക്കാണ് ആദ്യം പോകുന്നത്. സുനിഷ പണ്ടാരയടുപ്പിന് തൊട്ടടുത്തു തന്നെയുണ്ട്. സുനിഷ, തോറ്റംപാട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഇനി കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുന്നതോടുകൂടി തന്നെ പണ്ടാരയടുപ്പിലേക്ക് തീ പകരുമെന്നുള്ളതാണ്. അതിനു മുൻപ് ദീപാരാധനയുണ്ട്. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? മധു, ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് പൊങ്കാല ചടങ്ങുകൾ തുടങ്ങാനായിട്ടുള്ളത് എന്നതാണ് ഇത് നമുക്ക് കാണാൻ കഴിയും. നമ്മളേറെ ആളുകളെല്ലാം കാത്തിരിക്കുന്നത് ഈ പണ്ടാര അടുപ്പിൽ എപ്പോൾ തിരി തെളിയുമെന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമാണല്ലോ മറ്റെല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകരാൻ കഴിയുക. അതിനുള്ള പണ്ടാര അടുപ്പെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ മുന്നിലായി ഈ ചുടുകല്ലുകൾ നിരത്തി അടുപ്പ് വെട്ടി അതിനു മുകളിൽ ഇതാ കലം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിനു മുകളിലായി ഇപ്പോൾ ഇല വെച്ച് മറച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഒരു 9:10 കൂടിയാണ് ചടങ്ങുകൾ ശുദ്ധപുണ്യാഹം തളിക്കുന്നത്. അതിനുശേഷമാണ് പൊങ്കാല ഇടാനുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഇതാ തൊട്ടടുത്തായി ഈ പച്ചപ്പന്തലിൽ ഇപ്പോഴും തോറ്റംപാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ മുതൽ പറയുന്നത് പോലെ കണ്ണകി ചരിതത്തിൽ കണ്ണകി പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടിലൂടെ പറയുന്നത്. 9ാം ദിനമാണിന്ന്. ആ തോറ്റംപാട്ടിലൂടെ ഈ പാണ്ഡ്യരാജാവിനെ വധിച്ചതിന് ശേഷം കണ്ണകി ഇങ്ങനെ മധുര ചുട്ടരിച്ച തിരിച്ചു വരുമ്പോൾ ഈ കോപം മാറ്റാനും ഈ കണ്ണകിയെ സ്വീകരിക്കാനുമായി ഭക്തജനങ്ങൾ ഇങ്ങനെ വ്രതമനുഷ്ഠിച്ച് പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് ദേവിയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. തന്നെ അങ്ങനെ പൊങ്കാല നിവേദ്യം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിക്കഴിയുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ പണ്ടാരടുപ്പിലെ ഒരുക്കങ്ങൾ നടന്നതുപോലെ തന്നെ പുറത്ത് എല്ലാ പൊങ്കാല അടുപ്പുകളിലും ഇതേ രീതിയിൽ തന്നെ ഒരുക്കങ്ങളുണ്ട്. ദേവിക്ക് സമർപ്പിക്കേണ്ട വിഭവങ്ങൾ എന്താണോ അതെല്ലാം തയ്യാറാക്കുന്ന തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഇനി ഏകദേശം 9:10 കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. ശുദ്ധപുണ്യാഹം തളിക്കുന്നു. ശേഷം 9:45 കൂടി തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ തെളിയിക്കുന്ന ഈ തീ പകരുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കും. അതിനുശേഷം എല്ലാ ഇടങ്ങളിലേക്കും ഈ തീ പകരുമെന്നുള്ളത് തന്നെയാണ്. 2:15 കൂടിയാണ് ഈ നേദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ എല്ലാവരും ഇങ്ങനെ ദേവിയെ കാണാൻ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. 1.5 മണിക്കൂറോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേവിയെ കാണാനായി ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ തോറ്റംപാട്ടിന്റെ ഈരടികൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. ആ തോറ്റംപാട്ടിന്റെ ഈരടികളിൽ ഇങ്ങനെ കണ്ണകി ചരിതം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. കണ്ണകി ചരിതത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസങ്ങളിലായി ഒരുപക്ഷെ ഫെബ്രുവരി 23 തുടങ്ങുന്ന ദിനം തൊട്ട് കണ്ണകി ചരിതം ഇങ്ങനെ ഓരോ ദിവസമായി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ 9ാമത്തെ ദിവസമാണിന്ന്. 9ാമത്തെ ദിവസമായി ഇന്ന് പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം കൂടി പാടി പൊങ്കാല സമർപ്പിക്കുകയാണ് ദേവിക്ക് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി വെറും 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തജനങ്ങൾ ഒന്നാകെ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലിപ്പോൾ എല്ലായിടങ്ങളിലും എപ്പോൾ ഈ സമയം എന്നത് തന്നെയാണ്. 9:45 കൂടി തന്നെ ഈ തിരി തെളിയുമെന്നുള്ളതാണ്. ഈ ദീപം തെളിഞ്ഞ് എല്ലായിടത്തേക്കും ഈ തീ പകരുമെന്നുള്ളതാണ്. ശേഷം ഇതൊരു യാഗശാലയായി മാറും. നേരത്തെ മാധു പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാലത്തും പറയുന്നതാണ് തലസ്ഥാന നഗരം ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വിശ്വാസികളും ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായി ഇങ്ങനെ ഇതിന് കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഒരു സഫലീകരണമാണ് ഈ നടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കണ്ണകിയെ ചിലപ്പതികാരത്തിൽ എല്ലാ കാലത്തും കണ്ണകിയെ പറഞ്ഞിരിക്കുന്നത് പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഈ ധൈര്യത്തിന്റെ എല്ലാത്തിന്റെയും അടയാളമായാണ് കണ്ണകിയെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേ രീതിയിൽ തന്നെ പൊങ്കാലയിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ ഒരു ആഘോഷം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ശാക്തീകരണം, സ്ത്രീകളുടെ ഒത്തുചേരൽ, അർപ്പണബോധം ഇതെല്ലാം തന്നെ കൂടിച്ചേരുന്നതാണ് ഈ പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തലസ്ഥാന നഗരത്തെത്തുന്ന ഓരോ ആളുകളിലും കാണാനും കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ജനങ്ങൾ തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഓരോ വർഷവും ഇങ്ങനെ പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എല്ലാ കാലത്തും ഇങ്ങനെ വർധനവുണ്ടാകാറുണ്ട്. അതേ രീതിയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. കഴിഞ്ഞ തവണ എത്രയാണോ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഇത്തവണയും എത്തുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മാധു ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരാൻ. ഒപ്പം തന്നെ മറ്റെല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകരാൻ.
ശരി, നഗരത്തിലെ എല്ലാ പാതകളും ആറ്റുകാൽ സന്നിധിയിലേക്കാണ്. രാവിലെ അവിടെ എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും തന്നെ, മറ്റുള്ളവരെല്ലാം ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ആറ്റുകാലമ്മയെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി അവരുടെ പൊങ്കാലക്കലത്തിന് അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുംഭമാസമാണ്, കുംഭസൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ്. വലിയ ചൂടുണ്ടാകും. അതിനൊപ്പം പൊങ്കാലക്കലങ്ങളിൽ തിളച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ചൂടും ഉണ്ടാകും. അതിനൊപ്പം തന്നെ വലിയ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് പൊങ്കാല അർപ്പിച്ചു പോകാനുള്ള വലിയ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും എല്ലാം കോർപ്പറേഷന്റെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്.